ഹലോ, ഇന്ന് നമുക്ക് ഏട്ട മീൻകറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരു കാമുറി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 സ്പൂൺ വരെ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ 2 കുടപ്പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ചട്ടി എടുക്കാം. മീനും കറി വയ്ക്കുമ്പോൾ ചട്ടിയിലല്ലാണ്ട് പിന്നെ എന്തിലാണ് വയ്ക്കുക അല്ലേ. ചട്ടി എടുത്ത് അതിലേക്ക് 2 കുടപ്പുളി, പിന്നെ കറിവേപ്പില, കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്, കല്ലുപ്പ്, പിന്നെ നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ച അരപ്പ് അതും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതൊഴിക്കുക. പിന്നെ കുറച്ച് വാളംപുളി, നെല്ലിക്ക വലിപ്പത്തിലുള്ള കുറച്ച് വാളംപുളി പിഴിഞ്ഞ് അതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എത്ര വെള്ളം വേണോ, കറിക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രം മതി കേട്ടോ. അത് ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുടപ്പുളി ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. എന്നിട്ട് അതിന്ന് പിഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ. ആ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഏട്ടമീൻ അതിൽ ഇട്ട് കൊടുക്കാൻ. ഏട്ടയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ആ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം കൈലോണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കൈലോണ്ട് മിക്സ് ചെയ്യല്ലേ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഏട്ടത്തലക്കറി വെച്ചിട്ടുണ്ടോ, അതും നല്ല സ്വാദാണ് കേട്ടോ. അതിനി വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മീൻ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറവിട്ടെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 10-12 ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല സ്വാദുള്ള ഏട്ട മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഏട്ട മീൻ കറിയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല സ്വാദാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഏട്ട മീൻ കറിയും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ ഊണ് കുശാലായി. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ബൈ.